ഇനിയുള്ള ഇൻസിഡൻസ് പറഞ്ഞു തരുന്നതിന്റെ മുന്നേ നമ്മൾ എന്തുകൊണ്ട് പേടിച്ചു എന്നുള്ളത് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ പോകും എന്തായാലും വിചാരിക്കുന്നത്, ആ വീട് കാണുന്നത്, തിരിച്ചു പോരുന്നത്, അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അപ്പം ആലോചിക്കണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരായിരുന്നു. അത്രയും ഇൻസിഡൻസ് ആ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും മണ്ടന്മാരായിട്ട് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് എന്തുകൊണ്ട് ഓടിയെന്ന് ചോദിച്ചാൽ അവർക്കിത് തമാശയായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലാവില്ല, എത്രത്തോളം നമ്മൾ ആ റൂമിൽ നിന്ന് ഹൊറിബിൾ ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നുള്ളത്. അവർ വിചാരിച്ചത് ജസ്റ്റ് ഞങ്ങളെ അവിടെ നിന്ന് കുറച്ചു നേരം നിർത്തുന്നത്, പേടിപ്പിക്കുന്നത്, അത്രേ ഉള്ളൂ. ഈ ഒരു ഇൻസിഡന്റോട് കൂടി ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആരും വിശ്വസിക്കൂല എന്നുള്ളത്. അതിനുശേഷം എന്റെ ലൈഫിൽ വന്നിട്ടുള്ള റൂംമേറ്റ്സ്, ഫ്രണ്ട്സ് ആരും ഈ ഒരു സ്റ്റോറി കേട്ടിട്ടില്ല, നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ എത്രത്തോളം പേടിച്ചു എന്ന് ചോദിച്ചാൽ, നല്ലൊരു ഭയങ്കര ഹൊറർ പടം കണ്ടിട്ട് നമ്മൾ ബാത്റൂമിക്ക് രാത്രി കുളിക്കാൻ കയറുന്നു, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് അങ്ങ് ലോക്ക് ചെയ്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു നമ്മളുടെ അവസ്ഥ. അതായത് ഇരുട്ടത്ത് നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് ഈ ഒരു വീട്ടിലാണ്, ഇല്ലാത്ത തോട്ട്സ് എല്ലാം നമുക്ക് വരും. അതെങ്ങനെയൊക്കെയോ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിൽ തന്നെ എത്തിയതാണോ, അങ്ങനെ ആ ഒരു ലൂപ്പ് എല്ലാം നമുക്ക് തോന്നുമല്ലോ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ആ റൂമിൽ നിൽക്കുന്ന സമയത്ത് കുറേ സൗണ്ട് കേൾക്കും, പട്ടിയാളുടെ സൗണ്ട് ഒക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുള്ളത്. അതെല്ലാം ഞങ്ങൾ ഇവിടെ പുറത്ത് നിൽക്കുമ്പോഴും കേൾക്കുന്നുണ്ട്. അതൊക്കെ കൂടിയാണ് ഞങ്ങൾ പേടിച്ചത്. അതായത് നമ്മൾ ഇനി എന്തെങ്കിലും കാണാൻ പോകുന്നതാണോ, നമുക്ക് എന്തെങ്കിലും പറ്റാൻ പോകുന്നതാണോ, അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പേടിച്ചത്. കരഞ്ഞതൊക്കെ അത് ആലോചിച്ചിട്ടാണ്. പിന്നെ അമ്പലത്തിന്റെ അവിടെ നിന്ന് പേടിച്ചെന്ന് വെച്ചാൽ, ഈ ടൈമിലൊക്കെ അമ്പലത്തിൽ പോകുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹൊറിബിൾ അല്ലേ. ഓൾറെഡി നമ്മൾ പേടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പേടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തണുത്താകെ ഷിവർ ചെയ്താൽ നിൽക്കുന്നത്. ആ ഒരു ടൈമിൽ അമ്പലത്തിൽ പോകുന്നു, അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും സൗണ്ടും കാര്യങ്ങളൊക്കെ. പേടിച്ച് തുടങ്ങിയാൽ നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടും കേൾക്കും, കാര്യങ്ങളും നോട്ടീസ് ചെയ്യും, പേടിക്കും. അങ്ങനെയാണ് നമ്മൾ പേടിക്കുന്നത്. ആ ടൈമിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആർക്കും അങ്ങ് ഇറങ്ങി വന്നതും നമ്മളങ്ങ് ആർത്ത്, അതായത് ആ മനുഷ്യന്മാരെ കണ്ടതും നമ്മളങ്ങ് ആർത്ത്. അതാണ് അമ്പലത്തിന്റെ സീൻ കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. റൂമിലെത്തി ഹാളിൽ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ റൂമിൽ പോയിട്ട് കിടക്കുന്നേ ഉള്ളൂ, ഉറങ്ങുന്നില്ല. അങ്ങനെ രാവിലെ ആക്കിയിട്ട് ഇവിടെ ക്ലാസ്സിന് പോയി, റൂമിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോയി. ഞാൻ മെയിൻ ഡോർ തുറന്നിട്ട് ഹാളിലെ സോഫ ഉണ്ടല്ലോ, സോഫയിൽ ഇങ്ങനെ കിടന്ന് ഇടയ്ക്ക് എപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയത് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ എണീക്കുന്നത് ഒരു 12:30 ടൈം ആയിരിക്കും. ഞാൻ ഫുൾ ഈ ഒരു വിഷ്വൽസ്, അതും ലൈക്ക് ഇതുവരെ കഥയിൽ നടന്ന വിഷ്വൽസ് ഭയങ്കര ഹൊറിബിൾ ആയിട്ടാണ് പിന്നെ സ്വപ്നം കാണുന്നത്. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. അതായത് ഞാൻ ഒറ്റക്കാണ് ആ ഇൻസിഡന്റിലുള്ളത്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ അങ്ങനെ എണീച്ച് ഇവളെ വിളിച്ച്, ഇവള് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി വേഗം വന്ന്. പിന്നെ അതിനുശേഷം ഒരു 4-5 ദിവസം എന്റെ ലൈഫ് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒറ്റൊരു ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് കണ്ണടച്ചാൽ കാണുന്ന ഇരുട്ടുണ്ടാവുമല്ലോ, ആ ഇരുട്ട്. പിന്നെ അതുപോലെ തന്നെ ബോഡി അലേർട്ട് ആവും. എവിടെയെങ്കിലും ഒരു കുഞ്ഞ് സൗണ്ട് കേട്ടാൽ അപ്പം ഞാൻ കണ്ണുറങ്ങാണ്ട് ആകെ നോക്കും. അതായത് എന്റെ ബോഡി ഭയങ്കര അലേർട്ടായി പോയി. നമ്മൾ കാണുന്ന വിഷ്വൽസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഞാൻ മാത്രമുള്ളത് ആ വീട്ടിൽ അല്ലെങ്കിൽ ആ റൂമിൽ ഞാൻ നിൽക്കുന്നത്. പിന്നെ ആന്റി പറയുന്നുണ്ടല്ലോ ഷോക്ക് അടിക്കുന്നത്, നീല കളർ ആവുന്നൊക്കെ, അതെല്ലാം നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നത്. അതും അതിന്റെ ഹൊറിബിൾ ആയിട്ടുള്ള വേർഷനിൽ നമ്മളിങ്ങനെ കാണുന്നത്. ഇതന്നെയാണ്, ഇത് ലൂപ്പ് കണക്ക് ഇതന്നെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ബോഡി പെയിനും. ബോഡി പെയിൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പെയിന് വരും. ഇത് ഭയങ്കര അൺസൈക്കബിൾ ആയിട്ടുള്ള പെയിനാണ്. നമുക്ക് വേറൊരാളുടെ എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയാത്ത പെയിന്. അങ്ങനെ 1-1.5 ആഴ്ച ഒന്നുകിൽ മിംസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബീച്ച് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്റേതൊന്ന് റെഡി ആയി വന്നപ്പോൾ ഇവർക്ക് ഇതേ സംഭവം ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോലെ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നമുക്കിനി വർക്കും വേണ്ട, പഠിക്കും വേണ്ട, വീട്ടിൽ പോയാൽ മതി, ഒന്ന് സമാധാനത്തോടെ ഉറങ്ങിയാൽ മതി എന്നെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെ ആയപ്പോൾ ഞാൻ ഇവളോട് മാത്രം പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്.